ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. പുറംവശം നല്ല ക്രിസ്പിയും മസാലയെല്ലാം കോട്ട് ചെയ്തതും അകംവശം നല്ല സോഫ്റ്റ് ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണിത്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും റൈസ് ഐറ്റംസിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് ഈ ചിക്കൻ ഫ്രൈ. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അതിനാദ്യമായി നമുക്ക് ഫ്രൈയിലോട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 10-12 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ തൊലി കളയാത്ത വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. കൂടെ ഒരു 6 ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇനി ഒരു 4 വറ്റൽ മുളക്, ഒരു പിടി കറിവേപ്പില, അത്ര തന്നെ മല്ലിയില, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഫൈനായിട്ട് അരിയേണ്ട ആവശ്യമില്ല, തരിതരിപ്പായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടിയാൽ മതി. ഞാനിവിടെ ഒരു 500 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം നന്നായി ഡ്രെയിൻ ചെയ്തെടുക്കണേ. ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാലക്കൂട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈ ആണിത്. ഇപ്പോൾ നമ്മൾ ചിക്കനിലോട്ട് മസാലയെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇവ ചേർത്ത് കൊടുക്കാം. ചില്ലി പൗഡർ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലോട്ടൊരു 3 ടീസ്പൂൺ കോൺഫ്ലവറും ഒരു കോഴിമുട്ടയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കൂടെ 1 ടീസ്പൂൺ വിനാഗിരിയും ചേർക്കണേ. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങ നീരും ഉപയോഗിക്കാം. ഇനി നന്നായി മസാലയെല്ലാം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ നന്നായി മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓവർനൈറ്റ് വെച്ചാൽ കൂടുതൽ നല്ലതാണ്. റെസ്റ്റിങ്ങിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനായി ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നിങ്ങൾക്ക് ഏത് ഓയിലും ഉപയോഗിക്കാം. ഞാൻ ചിക്കൻ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് റൂം ടെമ്പറേച്ചറിലായ ശേഷമാണ് ഫ്രൈ ചെയ്യാൻ തുടങ്ങുന്നത്. റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നതോറും ചിക്കൻ നല്ല ജ്യൂസിയായി മാറും. ഇനി എണ്ണ നല്ല ചൂടായി വന്ന ശേഷം മാത്രം ചിക്കൻ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഓയിൽ ഒഴിക്കണേ, എന്നാൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണമെന്നില്ല. നമുക്ക് മറിച്ചിട്ട് വേവിച്ച് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇട്ട ശേഷം ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റാം. അതല്ലെങ്കിൽ പുറം വശം നന്നായി കരിഞ്ഞു പോവും, അകവശം വേവത്തില്ല. വീണ്ടും അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാനാകുമ്പോഴേക്കും ഫ്ലെയിം നന്നായി കൂട്ടി കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഭാഗം ഏകദേശം നന്നായി വെന്ത ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ചിക്കനിലുള്ള കോട്ടിങ് ഇളകിപ്പോരില്ല. ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ നിൽക്കരുത്, അതിൻ്റെ കോട്ടിങ് ഇളകിപ്പോകും. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ചിക്കനെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ഫ്രൈ ചെയ്ത ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുത്താൽ എക്സ്ട്രാ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഡ്രെയിൻ ചെയ്ത് കിട്ടിക്കോളും. നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസസും ഇതുപോലെ വറുത്തെടുക്കാം. ഈ ചിക്കൻ നല്ലൊരു സ്റ്റാർട്ടറായും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അങ്ങനെ നമ്മുടെ അവസാന ബാച്ചും ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ബാക്കി വന്ന ഓയിൽ കണ്ടോ, അധികം എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല, മസാലയും അധികം പൊടിഞ്ഞു പോയിട്ടില്ല. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചിക്കൻ ഫ്രൈ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ? അത്ര തന്നെ ടേസ്റ്റാണിത്. മസാലയെല്ലാം നന്നായി കോട്ട് ചെയ്ത് അകവശം നല്ല സോഫ്റ്റായിട്ടായിരിക്കും നമുക്ക് ഈ ചിക്കൻ കിട്ടുക. ഞാൻ ഈ ചിക്കൻ പീസൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മൾ റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മസാല പിടിച്ചിട്ടായിരിക്കും ചിക്കൻ ഇരിക്കുക. ചിക്കനൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുമുണ്ട്. ചിക്കൻ പീസ് ഇങ്ങനെ എടുത്ത് അതിലോട്ട് കുറച്ച് ചെറുനാരങ്ങ നീരൊഴിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി വീട്ടിൽ ചിക്കൻ വാങ്ങുമ്പോൾ ഉറപ്പായും ഇങ്ങനെ തയ്യാറാക്കി നോക്കണേ. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. ശേഷം ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ. ഒരിക്കൽ കൂടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക് യു.